കോഴിക്കോട് കാരശ്ശേരി സഹകരണ ബാങ്കിൽ വിജിലൻസിന്റെ പരിശോധന. വിജിലൻസ് ഡിവൈഎസ്പി ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. അനധികൃത ലോണുകളെക്കുറിച്ചുള്ള കേസിന്റെ പരിശോധനയ്ക്കാണ് വിജിലൻസ് എത്തിയത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇപ്പോൾ ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് പിന്നിൽ എന്താണ്? നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് ചെയർമാനായ NK അബ്ദുറഹ്മാൻ അനധികൃതമായി ലോൺ നൽകിയിട്ടുണ്ട് എന്നും അതോടൊപ്പം ഈ ലോണുകൾ എഴുതി തള്ളി എന്നും ഉൾപ്പെടെയുള്ള പരാതിയാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ വിജിലൻസ് സംഘം ബാങ്കിലേക്ക് എത്തുകയും പരിശോധന തുടങ്ങുകയും ചെയ്തത്. ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മണിക്കൂറുകൾ നീണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പെട്ടെന്നുള്ളൊരു പരിശോധനയായിരുന്നു. പ്രത്യേകിച്ചും ഈ ബാങ്കിലെ അനധികൃത ലോണുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെ അവിടെ ഉണ്ടോ എന്നുൾപ്പെടെയുള്ളതാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം നേരത്തെ തന്നെ ഈ ബാങ്കിൽ പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ചെയർമാൻ ഈ ബാങ്ക് CPM-ന് വിട്ടു എന്നുൾപ്പെടെ ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ഈ ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിടുകയും ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ വോട്ടർ പട്ടിക, ഈ ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇതിന്റെ പട്ടിക തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തി. ഇത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു വാക്തർക്കത്തിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഇന്നിപ്പോൾ വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇവിടെ നടക്കുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.